ഒരാളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് എന്നത് ശരിവെക്കുന്നതാണ് ഡച്ച് ഗായികയും ഒരു സാമൂഹിക പ്രവർത്തകയുമായ യുവാൻ കാൻഡേഴ്സ് എന്ന യുവതിയുടെ ജീവിതം. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുകയായിരുന്ന യുവാൻ കോവിഡ് മഹാമാരിയുടെ സമയത്താണ് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. എന്നാൽ പ്രതിസന്ധി പ്രതീക്ഷിച്ചതിലും രൂക്ഷമായതോടെ കാൻഡേഴ്സ് അവിടെയുള്ള ഒരു നഴ്സിംഗ് ഹോമിൽ തുടരേണ്ടി വന്നു. അവിടെ മറവി രോഗം ബാധിച്ച ഒരു കൂട്ടം വയോധികരുടെ ഇടയിൽ തൻ്റെ ശബ്ദം കൊണ്ട് കാൻഡേഴ്സ് അത്ഭുതങ്ങൾ തീർത്തു. സ്വന്തം പേര് പോലും മറന്നുപോയി ഇരുട്ടിലകപ്പെട്ട ജീവിതങ്ങളിലേക്ക് കാൻഡേഴ്സിൻ്റെ ജീവിതം ഒരു വെളിച്ചമായി മാറുകയായിരുന്നു. ആ അനുഭവങ്ങൾ മൈസോ മ്യൂസിക് എന്നൊരു സംഗീത കൂട്ടായ്മ ആരംഭിക്കാൻ കാൻഡേഴ്സിന് പ്രചോദനമാവുകയായിരുന്നു. തൻ്റെ ചിന്താഗതിയുള്ള മറ്റ് ഗായകരെ കണ്ടെത്തി ഈ ഗാന ശുശ്രൂഷ വ്യാപിപ്പിക്കാനും കാൻഡേഴ്സിന് സാധിച്ചു. മറവി രോഗം ബാധിച്ചവരുടെ ഓർമ്മ ഒരു ചെറിയ അളവിലെങ്കിലും വീണ്ടെടുക്കുക എന്ന രീതിയിലാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ രോഗബാധിതരോട് അവർക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ ചോദിച്ച് അവരുടെ ഭൂതകാലത്തെ മധുരമുള്ള ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അത്തരത്തിൽ റൂഡി എന്നൊരു വയോധികൻ വളരെ ആവേശത്തോടെ ആവേ മരിയ പാടുന്ന ഒരു വീഡിയോ കാൻഡേഴ്സ് ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തു. ആവേ മരിയ ഗീതം പാടുന്ന കാൻഡേഴ്സിനൊപ്പം വളരെ ആവേശത്തോടെ വരികൾ ഏറ്റുപാടുന്ന റൂഡിയെ ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ നിർഭാഗ്യവശാൽ ഈ വീഡിയോ പങ്കുവെച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റൂഡി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങിൽ അന്ന് പാടിയ അതേ ഗാനം താൻ ആലപിച്ചിരുന്നതായും കാൻഡേഴ്സ് വെളിപ്പെടുത്തുകയും ചെയ്തു.